ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? റാപ്പ് സ്കിഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇത് അതിരാവിലെ കേട്ടോ, ഒരു ഏകദേശം 5 മണി സമയത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 2 ദിവസത്തേക്ക് ഇനി ക്ഷേത്ര ദർശനമാണ്. അമ്പലപ്പുഴ അമ്പലത്തിൽ കയറി കാണിക്ക ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിലെത്തി. അകത്തോട്ട് കയറിയില്ല, പുറത്ത് നിന്ന് പ്രാർത്ഥിച്ച് കാണിക്കയിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് 2 ദിവസത്തെ അമ്പലവാസം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു നമ്മുടെ മനസ്സിൽ കണ്ടിരുന്ന അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം നടത്താനായിട്ടും പിന്നെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു അമ്പലത്തിൽ പോകാനുമായിട്ടുമാണ്. ചെറിയ ശബ്ദങ്ങളൊക്കെ പുറത്തൊന്നും അപ്പുറത്തൊക്കെ കേൾക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ വോയിസ് ആഡ് ചെയ്യുന്നത് ഞാൻ ട്രെയിനിൽ വെച്ച് തന്നെയാണ്. കാരണം ഫോണിൽ അത്യാവശ്യം സ്പേസ് കുറവായതുകൊണ്ട് എടുക്കുന്ന വീഡിയോസ് അപ്പോൾ എടുത്ത് അപ്പോൾ സെറ്റാക്കി ഇടണം, അല്ലെങ്കിൽ പിന്നീടുള്ള ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. ഐഫോണിൻ്റെ ഒരു പ്രശ്നമാണല്ലോ അത്. അപ്പോൾ അങ്ങനെ തടസ്സങ്ങളൊന്നും ഉണ്ടാകലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ അമ്പലപ്പുഴയിൽ നിന്ന് നേരെ ആലപ്പുഴയിലോട്ട് സ്കൂട്ടറിൽ അവിടെ ചെന്ന ശേഷം അവിടെ നിന്ന് ധൻബാദ് എക്സ്പ്രസ് ഉണ്ട് 6 മണിക്ക്. അതിൽ കയറി നമ്മൾ തൃശ്ശൂർ ഇറങ്ങും. തൃശ്ശൂരിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സ്ഥലം എവിടെ നിന്ന് മനസ്സിലാക്കി കാണുമല്ലേ. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ എന്തായാലും ഇന്ന് കയറിയിട്ട് നാളെ വൈകുന്നേരം ഇവിടെ തിരിച്ചെത്തത്തുള്ളൂ. അപ്പോൾ വണ്ടി എന്തായാലും പാർക്കിംഗ് ഇടണം. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് വണ്ടി ഒന്നും അങ്ങനെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ പാർക്കിങ്ങിലൊന്നും വെച്ചിട്ട് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പം മറ്റേ പേ പാർക്കിംഗ് ആക്കിയെന്നൊക്കെ പറയുന്നു. ഇതിന് മുന്നേ ഞാൻ അങ്ങനെ എവിടെ ഇപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ അടുത്തുള്ള സ്റ്റേഷൻ അമ്പലപ്പുഴയാണ്, അവിടെ വെച്ചിട്ടൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് ചെന്ന് നോക്കാം. 2 പേരുടെ ഹെൽമെറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത് സേഫായിട്ട് വെക്കണമായിരുന്നല്ലോ. അതുകൊണ്ട് ഹെൽമെറ്റൊക്കെ സേഫാക്കി എടുത്ത് വെച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവുക. അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചിയായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ ചേച്ചി ചോദിച്ചു, ഇത് എത്ര ദിവസത്തേക്കാണ് നിങ്ങൾ പോകുന്നത്, എപ്പോൾ തിരിച്ച് വരും? എന്നിട്ട് വണ്ടി നമ്പർ ചോദിച്ചു. പെട്ടെന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഓർമ്മ കിട്ടിയില്ല. പിന്നെ പോയി വണ്ടി നമ്പർ നോക്കി. അപ്പോൾ 60 റുപ്പീസായി നാളെ വൈകുന്നേരം വരെ. ആ പൈസയൊക്കെ ഞങ്ങൾ അടച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക. നടന്ന് ഞങ്ങൾ നേരെ അവിടെ ചെന്നപ്പോഴേക്കും മനസ്സിലായി അവിടെയല്ല എൻട്രൻസ്, ഇപ്പറയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ പണി നടക്കുന്നതുകൊണ്ട് എൻട്രൻസ് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി നടന്ന് വന്നു. അപ്പോഴേക്കും നമ്മുടെ ഈ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം തൽക്കാലം ബുക്ക് ചെയ്യാൻ പോയതാണ്. ബുക്ക് ചെയ്യാൻ വെച്ചിരുന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, തൽക്കാലം നിങ്ങൾ വരെ ബുക്ക് ചെയ്യേണ്ട, ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടാവും, നേരെ ആലപ്പുഴയ്ക്ക് വിട്ടാൽ മതി. ഈ ധൻബാദ് ആണെങ്കിൽ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത സമയത്ത് ഒരു ചേട്ടനാണ്, കുറച്ച് പ്രായമുള്ള പുള്ളിയായിരുന്നു. പുള്ളി അങ്ങ് ചൂടാവുക, ശ്രീപുറ അവിടെ ട്രെയിൻ കാലിയായിട്ട് കിടക്കും, നിങ്ങൾ എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പുള്ളിക്ക് നമ്മുടെ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്തം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് വിട്ടു. സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. ട്രെയിൻ കണ്ടപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. അപ്പോൾ ഒരു കൊച്ചൊന്ന് ചോദിച്ചു, എവിടെയാണ് ഈ നമുക്ക് സെക്കൻഡ് ക്ലാസ്, അതായത് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന്. സാധാരണ ട്രെയിനിന് ഫ്രണ്ടിലും ബാക്കിലും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ ബാക്കിലായിരിക്കും, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ ആ കൊച്ചു ഉണ്ടായിരുന്നു കൂടെ. ആ കൊച്ചു ഓപ്പോസിറ്റ് സൈഡിലിരുന്നു, ഞങ്ങൾ ഇപ്പുറമായിരുന്നു. ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ടിക്കറ്റിന് ചാർജ് ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോഴായിട്ട് നോക്കുക 130 രൂപയാണ് അത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ. നല്ല സ്റ്റൈലും കാർഡല്ലേ ഇത്. നമ്മൾ ആ സ്കൂട്ടർ പാർക്കിങ്ങിൽ വെച്ചപ്പോൾ കിട്ടിയതാണ്. അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി നേരെ തൃശ്ശൂർക്ക്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ ഷെയറിങ് ആൻഡ് വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.